ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും അവസാനത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ അനുപമയുടെ എടുത്ത് കാവ്യ പറയുകയാണ് അഞ്ജലിയും അർജുനും തമ്മിൽ കടുത്ത പ്രണയമാണ്. അർജുൻ സ്നേഹിക്കുന്ന പെണ്ണ് അഞ്ജലിയാണ്. ഇത് കേട്ട് ആ സത്യം കേട്ട് ഞെട്ടിയിരിക്കുന്ന അനുപമയെ കാട്ടിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രൊമോ എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ പ്രൊമോയുടെ ആദ്യം കാണുന്നത് അനുപമയും കാവ്യയും തമ്മിലുള്ള സംസാരമാണ്. അപ്പോൾ നമുക്കറിയാം അർജുനും അഞ്ജലിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ അനുപമ പക്ഷെ ഒരു കാര്യം കാവ്യയോട് പറയുകയാണ്, എടുത്തു ചാടി അർജുന് വേണ്ടിയിട്ട് എന്തെങ്കിലും നീ ചെയ്തു വെച്ചാൽ അതിനുള്ള പണി നിനക്ക് കിട്ടും. കാരണം അനുപമ കാവ്യയോട് പറയുന്നുണ്ട്, അർജുൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ ചിലപ്പോൾ അഞ്ജലീനെ വിവാഹം പോയി രജിസ്റ്റർ ഒരുപക്ഷെ പെട്ടെന്ന് ചെയ്ത് കളയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ പൊളിയും എന്ന് അനുപമ കാവ്യയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് കാവ്യയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അനുപമ വേറൊരു കാര്യം കൂടി കാവ്യയോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അർജുനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധമൊക്കെ കാവ്യ അറിഞ്ഞു, പക്ഷെ ഇപ്പോഴും നിനക്ക് അർജുനോട് സ്നേഹമാണോ എന്ന് അനുപമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനുപമ ചോദിക്കുമ്പോൾ നാണത്തോടെ മുഖം തിരിച്ചു നിൽക്കുന്ന കാവ്യയെ നമുക്ക് കാണാം. അതായത് ഈ കാവ്യ പിടിച്ച പിടിയാതെ അർജുനെ പിടിച്ചിരിക്കുകയാണ്. അർജുനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധമൊന്നും അവൾക്ക് പ്രശ്നമല്ല. അഞ്ജലിയെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും അർജുനെ സ്വന്തമാക്കും എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. എന്താണെങ്കിലും ഇതിനൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. അനുപമയും കാവ്യയും തമ്മിലുള്ള ഇതോടുകൂടി ബന്ധം വലിയൊരു രീതിയിലേക്ക് വളരും കേട്ടോ. കാരണം അനുപമ മിക്കവാറും ഈ കാവ്യക്ക് കുറച്ച് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അനുപമ കാവ്യയോട് പറയും, ഈ അർജുനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധം ഞാൻ പൊളിച്ച് കയ്യിൽ തരാം, പക്ഷെ ഈ ശംഖചക്രം തറവാട്ടിൽ എനിക്ക് ഇവിടെ ഒരു റാണിയെ പോലെ തുടരണം. അതിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ കാവ്യയും വാക്കുകൊടുക്കും, നീ അത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞാൻ നിനക്ക് തരുമെന്ന്. എന്താണെങ്കിലും ഇങ്ങനെയാണ് പ്രമേയുടെ ആദ്യം കാട്ടിയത്. പിന്നീട് വന്ന സീൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സീനാണ് കേട്ടോ. എന്താണെങ്കിലും മിസ്സായ ആ ഹാർഡ് ഡിസ്ക് അഞ്ജലിക്കുട്ടിയുടെ കയ്യിലേക്ക് എത്തുകയാണെന്ന് പ്രമേയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ കടക്കാരൻ കൊണ്ട് കൊടുക്കുകയാണ്. അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അഞ്ജലി. അതിനൊപ്പം തന്നെ വേറൊരു സത്യം കൂടി ആ കടക്കാരൻ പറയുന്നുണ്ട്. അതായത് ഈ ശംഖചക്രം തറവാട്ടിൽ, അതായത് ഹരിയൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒറിജിനലിനെ വില്ലെന്നൊരു കോപ്പി മാത്രമാണെന്ന് ആ കടക്കാരൻ പറയണം. അപ്പം അതായത് ഹാർഡ് ഡിസ്കിൻ്റെ ഒറിജിനലാണ് അഞ്ജലിക്കുട്ടിയുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പത്മ കേസിൽ വീണ്ടും അതാ നമ്മുടെ അഞ്ജലിക്കുട്ടി പിടിമുറുക്കാനായിട്ട് പോവുകയാണ് അല്ലേ. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രമേയുടെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ചില സംശയങ്ങളും ഒരു വ്യക്തതക്കുറവും വന്നിട്ടുണ്ട്. എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ പിന്നണിയിൽ. എന്താണെന്ന് മനസ്സിലായില്ല. കാരണം നമ്മൾ ഏറ്റവും അവസാനം കണ്ട ഭാഗം എന്ന് പറയുന്നത് കാവ്യ തിരിച്ചു വീട്ടിൽ എത്തുന്ന സമയത്ത് അവിടെ ഒളിച്ചു നിൽക്കുന്ന കാർത്തികിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. സ്വന്തം വീട്ടിൽ ഒളിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ കാർത്തികിന്? എന്താ സംഭവം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും കുറച്ച് ട്വിസ്റ്റുകളും നിറഞ്ഞൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.